ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ആ അപ്പോൾ എല്ലാവരും ഇന്നിപ്പം സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എല്ലാവരും രാവിലെ തിരക്കിലായിരിക്കും. എൻ്റെ തിരക്ക് കഴിഞ്ഞ് ഞാനിപ്പോൾ ഷോപ്പിലെത്തിയോണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. രാവിലത്തെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കും ആ ഒരു സംഭവം എടുക്കണമെന്നുണ്ടായിരുന്നു. എവിടെ നടക്കലും ഒന്നും നടക്കില്ല. രാവിലത്തെ ഓട്ടത്തിൽ ഒരു വകയും നടക്കില്ല. അപ്പോൾ രാവിലെ എന്താ പറയുക, കുറേ നാളായില്ലേ ഈ സ്കൂളിൽ ഡെയിലി ആ ഒരു റൊട്ടീൻ സംഭവം അങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായത് കാരണം ഇന്നെന്തായാലും സ്കൂൾ ഓപ്പണിംഗ് അല്ലേ, അപ്പോൾ അതിൻ്റെ എടുക്കണം എന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആക്ച്വലി സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും. മോൾക്ക് നേരത്തെ തുറന്നു, മോന് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ പിന്നെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇന്നോട്ടാണ് റെഗുലർ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു, നടന്നില്ല. അപ്പോൾ എന്തായാലും ഷോപ്പിലെത്തിയിട്ട് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂൾ ഓപ്പണിംഗ് ആയ രണ്ടുപേരുടെ സ്കൂളിൻ്റെ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പിലെത്തിയതേ ഉള്ളൂ. കുറച്ച് നേരമേ ഉള്ളൂ. വന്നു, വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് വന്നെത്തി. അങ്ങനെ ആണ് വീഡിയോ ഇപ്പോൾ എടുത്തത്. വേറെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവങ്ങൾ സ്കൂള്, ട്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ അടുത്തൊരു ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത പുതിയ വർഷം തുടങ്ങി. ഈ വർഷവും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടറിയോ, എൻ്റെ കുട്ടി എനിക്കുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് സംഭവം. പുള്ളിക്കാരിയാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഉടായ്പ സംഭവങ്ങളൊക്കെ അവളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് വന്നിട്ട് അവൾ രാത്രി ഇന്നത്തേക്കുള്ള ചിക്കനൊക്കെ എന്താ പറയുക പീസസ് എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. രാവിലെ ഗുബൂസ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മാളിപ്പേപ്പ ഗുബൂസ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഷവർമ പോലെ മയണൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ മിക്സ് ചെയ്ത് സവാളയും ക്യാരറ്റും വെജിറ്റബിൾസ്, അത് എന്താ ക്യാബേജ്, ക്യാരറ്റ്, സവാള, ചിക്കൻ, മയണൈസ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടാക്കി തന്നത്. അപ്പോൾ അപ്പോഴേ പറഞ്ഞ് വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴേ എന്നോട് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുത്തുകൂടായിരുന്നു രാവിലത്തെ എന്നും പറഞ്ഞു. പക്ഷെ അപ്പോഴെനിക്ക് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചെന്താ പിന്നെ ഷോപ്പിൽ വന്നിട്ട് അത് കഴിക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, അവർക്ക് സന്തോഷമാവുമല്ലോ, ഉണ്ടാക്കി തന്നതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വേറെ സംഭവമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗുബൂസിനകത്ത് മയണൈസ്, ടൊമാറ്റോ സോസ്, പിന്നെ വെജിറ്റബിൾസ്, സവാള, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കനും കൂടെ അവൾ അതിനകത്ത് വെച്ചിട്ടാണ് തന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ. സംഭവം കണ്ട ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ ഒരു വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ പാവല്ലേ. പാടോട്ട് രാവിലെ എനിക്ക് ഉണ്ടാക്കി തോന്നുന്നതാണ്. അവളും അതെന്നെ കൊണ്ടുപോയേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തല്ലോ എന്ന് വെച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ചില സമയത്ത് മാത്രമേ പുള്ളിക്കാരി ഇതണക്ക് കയറുള്ളൂ. ഭയങ്കരമായിട്ട് സംഭവം ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അവൾക്ക് ഇഷ്ടം. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പനീർ, പിന്നെ ഇങ്ങനത്തെ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. പനീർ വെച്ചിട്ട് കുറേ പരിപാടികൾ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ചിക്കൻ മേടിച്ചു കൊടുത്താൽ അത് വെച്ചിട്ട് കുറേ ഇതേപോലത്തെ ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്തൊക്കെ ചെയ്യാനാവും. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു അതുകൊണ്ടാണ് എൻ്റെ നമ്മൾ വീഡിയോ എടുക്കണില്ലേ എന്ന് ചോദിച്ചത്. രാവിലെയും ഈ സമയമില്ലാത്ത നേരത്തും വീഡിയോ എടുക്കണില്ലെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോഴെനിക്ക് ഒട്ടും പറ്റില്ല, ഇല്ലെങ്കിൽ ഞാനത് എടുക്കുമായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന സംഭവം, ഇത് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലും എടുത്തു വെച്ച് ഞാൻ സന്തോഷമാവും. അപ്പോൾ അതാണ്. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമലി ഗുബൂസൊക്കെ നമ്മൾ മീൻസ് ഷവർമ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സംഭവം, പക്ഷെ അത്രയും അവർ ചെയ്യുന്ന ആ ഒരു സംഭവമല്ല, എങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. സംഭവം ബോറല്ല, നന്നായിട്ടുണ്ട്. മയണൈസും ചിക്കനും എല്ലാ സംഭവം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഇതുണ്ട്. പിന്നെ അവർ ഉണ്ടാക്കുന്ന ഒരു മേക്കിംഗ് എല്ലാം മാത്രമേ ഉള്ളത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല. വളരെ സംഭവം കൊള്ളാം. അപ്പം ഞാൻ വെച്ചാൽ അതുകൊണ്ടാണ് രാവിലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ. കുറേ നാളാണ് ഞാൻ ഇങ്ങനെ മീൻസ് ചെയ്യാതിരുന്നിട്ട് ഇന്നിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് സംസാരിച്ചത്. ഇപ്പോൾ ഉച്ചയല്ല, വൈകുന്നേരം 4 മണിയാകുമ്പോഴും ഞാൻ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. വേറെ ഒരു സംഭവം തന്നെ ഈ പറഞ്ഞത് മറ്റേ എന്താ ഇന്നലെ എൻ്റെ പുത്രി രാത്രി ഉണ്ടാക്കിയ മഷ്റൂം ഇതും ഗുബൂസുമാണ് സംഭവം. അത് നല്ല ടേസ്റ്റുണ്ട്. മഷ്റൂമും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ട സമയത്ത് അത് ആ സമയത്താണ്
ആൾ വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് പിന്നെ എനിക്ക് ഇത്രയും സമയം വീഡിയോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടുമെന്നുള്ളതാണ് സത്യം. ഒന്നുമാറി ഓരോരുത്തരായിട്ട് വന്നും പോയി നിന്നത് കാരണം വീഡിയോ എടുക്കാനും പറ്റിയില്ല, ബാക്കി ഒന്നിനും ഉള്ള സമയം കിട്ടിയില്ല. ഇത്ര നേരം എന്തായാലും സമയം പെട്ടെന്ന് പോയി. സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. വിശപ്പോൾ അങ്ങനെ ഒന്നും ഇതിനിടയ്ക്ക് കുറച്ച് കോളുകളുണ്ടായിരുന്നു. ഇതൊക്കെ ആയപ്പോഴത്തേനും സമയം പെട്ടെന്ന് പോയി. മണി 4 എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിശന്നതും. അപ്പം ഞാൻ ആ വീഡിയോയുടെ സംഭവം ബാക്കി ഓർത്തതും ഇപ്പോഴാണ്. രാവിലെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എടുത്ത വീഡിയോ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ രണ്ടാമതെങ്കിലും ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ എടുത്തപ്പോഴാണ് പിന്നെ ബാക്കി വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ എന്താ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത്ര നേരം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഈ പറഞ്ഞ കണക്ക് ഒന്നുമില്ലെങ്കിലും അവൾ പാടുവിട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ബിഗ് ബോസും ഇത് മഷ്റൂമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മഷ്റൂം ഇങ്ങനെ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കണേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ മയണൈസും ഉണ്ട്, അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നതിന് വൈകുന്നേരം നമുക്ക് വീട്ടിൽ ഇറങ്ങാം. നേരത്തെ അടച്ചിട്ട് പോകണ പരിപാടി നടക്കില്ല, അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് പരിപാടി. സത്യം പറഞ്ഞാൽ ഇന്നലെ എടുത്ത വീഡിയോ പോലും ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല. അതിനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇനി രാവിലെ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ രാവിലെ ഈ പറഞ്ഞതൊക്കെ തിരക്കായിരുന്നാണ് നടന്നില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആദ്യം എഡിറ്റ് ചെയ്ത് അതിനെ പോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഇന്നിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും അടുത്ത കുറച്ച് എഡിറ്റിങ്ങിൻ്റെ അതിൻ്റെ പുറകിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി പരിപാടി. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചാൽ 4 മണിയായി ചായ കുടിക്കാനുള്ള സമയമായി. ഞാനിപ്പോൾ കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം കഴിയാറായി. ഷോപ്പിന് ഇറങ്ങാൻ സമയമായി. എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരെണ്ണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് അടുത്ത പോസ്റ്റ് ചെയ്യണം. പിന്നെ എന്താ ഒരു ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് എഡിറ്റ് ചെയ്തില്ല. അതിനി അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ സന്ധ്യയായി. ട്യൂഷനൊക്കെ കഴിഞ്ഞ് മോനും വന്നു. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ കടന്നിറങ്ങാൻ പോകും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തീർന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും. ദിവസവും സമയവും മാസവും ഒക്കെ പെട്ടെന്ന് കടന്ന് പോകും. ദിവസവും ഡെയിലി ഒരേപോലെ ആണല്ലോ, റുട്ടീനാണല്ലോ. രാവിലെ സ്കൂളിലേക്ക് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് ഷോപ്പിൽ വരിക, പിന്നെ അത് കഴിഞ്ഞ് ട്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എന്താ പറയുക ദിവസം ഏകദേശം കഴിയാറായി. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകും. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടാകുന്ന നോക്കിയിട്ട് അതിൽ കാണാം. അപ്പോൾ